ബിഗ് ബോസ് വെള്ളിയാഴ്ച വൈകിട്ടത്തെ എപ്പിസോഡാണ്. നമ്മുടെ നിവിന് പണി കിട്ടി. ഒരു ദിവസം മുഴുവനും ഒറ്റയ്ക്ക് പാത്രം കഴുകണം. അതാണ് ബിഗ് ബോസ് കൊടുത്ത ജോലി. പ്രേക്ഷകരെല്ലാം തീരുമാനിച്ചു ഒരു ദിവസം മുഴുവനും പാത്രം കഴുകേണ്ടത് നമ്മുടെ നെവിനാണെന്ന്. വോട്ടിൽ നെവിനാണ് കൂടുതൽ വോട്ട് കിട്ടിയ. പാവം തിന്നും കുടിച്ചും ഇങ്ങനെ സുഖിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്തായാലും ഒരു പണി കിട്ടി. നമ്മുടെ നെവിൻ ഞെട്ടിപ്പോയി. പിന്നെ ബിഗ് ബോസ് കൊടുക്കുന്നത്, ഈ ബിഗ് ബോസ് വിട്ട് പോയാൽ ഒരിക്കലും ആളുകൾ ഓർക്കാത്ത ഒരു പേരും ഓർക്കുന്ന ഒരു പേരും ആരാണെന്ന് പറയാവോ എന്ന് ചോദിച്ചു. ഓർക്കാത്ത പേര് ലക്ഷ്മിയുടെ ആണെന്നാണ് ഒരുപാട് പേര് പറഞ്ഞത്. പിന്നെ നിവിനെ എല്ലാവരും ഓർക്കും, അനുമോള ഓർക്കും എന്ന് അവിടെയുള്ള കണ്ടസ്റ്റൻറ്റ് പറഞ്ഞു. പിന്നെ കാണിക്കുന്ന കിച്ചണിലാണ് നമ്മുടെ അനുമോള് ലക്ഷ്മി അരി എടുത്തുകൊണ്ട് വന്നപ്പോൾ ചോദിച്ചു, ലക്ഷ്മി അരി അളന്നാണോ എടുത്ത? അല്ല, ഞാനൊരു കണക്കുണ്ട്, ആ കണക്കിലെടുത്തതാണ്. ആ കണക്കിലെടുത്താൽ അരി കൂടുതലായിരിക്കും, ചോറ് ഒരുപാടാവും, അത് ബാലൻസ് വരും. അത് ഞാൻ ബാക്കി വന്നാൽ ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ ഇതിനു മുമ്പിരുന്ന ചോറോ ഫ്രിഡ്ജിൽ അത് ഞാൻ തിളപ്പിച്ച് തിന്നും. അത് ഇത്രയും ദിവസമായിട്ട് തിളപ്പിച്ച് തിന്നില്ല, 3-4 ദിവസമായിട്ടുണ്ടല്ലോ. ആവശ്യത്തിന് ഇട്ടാൽ പോരെ, ഞങ്ങളെല്ലാവരും 5 ഗ്ലാസ് ആണ് അളന്നിടുന്നത് എന്ന് പറഞ്ഞു. ബെന്നിയോട് ചോദിച്ചപ്പോൾ ബെന്നിയും പറഞ്ഞ് അങ്ങനെയാണെന്ന്. അങ്ങനെ ലക്ഷ്മി അവിടെ തർക്കിക്കാൻ തുടങ്ങി. എനിക്കറിയാം, നീ നിൻ്റെ കാര്യം നോക്കെന്ന് പറഞ്ഞു. പിന്നെ കാണിക്കുന്ന ജയിൽ നോമിനേഷനാണ്. അതിൽ ലക്ഷ്മിയും അനീഷിനെയും നോമിനേറ്റ് ചെയ്ത് ജയിലിലാക്കുന്നു. 5 ഓട്ടോടെ അനീഷും 7 ഓട്ടോടെ ലക്ഷ്മി. അങ്ങനെ അവർ രണ്ടുപേരും ജയിലിൽ അടയ്ക്കാൻ ബിഗ് ബോസ് പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഷാനവാസും ആതിരയും കൂടി സംസാരിക്കുന്നതാണ്. അനീഷ് ക്യാമറ നോക്കിയാണ് പുറത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. സത്യസന്ധം പറഞ്ഞാൽ അത് സത്യമാണ്. അനീഷ് ആദ്യമൊക്കെ നല്ല കളിക്കാരനായിരുന്നു. ഇപ്പോൾ ആളുകളെയൊക്കെ പുറത്തുള്ളവരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോശം കളിയാണ് കാണിക്കുന്നത്. ഒരു കാര്യം തന്നെ ഒരു 3-4 പ്രാവശ്യം ക്യാമറയെ നോക്കി പറഞ്ഞ് ആളുകളെ ഇറിറ്റേഷൻ ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം ജയിലിൽ നിന്ന് അനീഷിനെയും ലക്ഷ്മി ഇറക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അടുക്കളയിൽ വന്ന് നമ്മുടെ ലക്ഷ്മി ചോറൊരു പാത്രത്തിൽ പകർന്ന് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ അനുമോൾ പറഞ്ഞു, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ലക്ഷ്മി, ഇത്രയും ചോറ് അധികം വന്നില്ലേ എന്ന് ചോദിച്ചു. അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുമെന്ന് പറഞ്ഞു. ഇന്നാളത്തെ ചോറ് ഫ്രിഡ്ജിൽ ഇരിക്കുന്നു, ഇതെന്തരി, അതെല്ലാം കൂടി തിളപ്പിച്ച് ആളുകൾക്ക് കൊടുക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ അനുമോൾ പറഞ്ഞു, ഈ ബാക്കി വരുന്ന ചോറും ചപ്പാത്തിയും കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ പോരെ, രാത്രി കുറച്ച് ചോറും ഒരു ചപ്പാത്തിയും കൊടുത്താൽ ഈ ചോറ് തീരൂലേ, പിന്നും അതെടുത്ത് ഫ്രിഡ്ജിൽ കയറ്റണമെന്ന് ചോദിക്കുന്നു. അത് നല്ല കാര്യമാണ് അനുമോൾ പറഞ്ഞത്. ഇങ്ങനെ വേസ്റ്റാക്കി കളയുന്നത് വല്ലാത്ത ഒരിത് തന്നെ. പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി അനുസരിക്കത്തില്ല, ഭയങ്കര തണ്ടാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഒന്ന് ചിരിക്കാനോ എന്തോ, ലക്ഷ്മി എന്തോ ഒരു വലിയ ആരാണെന്നുള്ളൊരു തോന്നലാണെന്ന് എനിക്ക് തോന്നുന്നു ലക്ഷ്മിക്ക്. അത് കാണുമ്പം നമുക്ക് തോന്നും. പിന്നെ ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു ടാസ്ക്കാണ് ഓരോരുത്തരെ ചിരിപ്പിക്കണം. അങ്ങനെ 2 ടീമാക്കി. അതിൽ ആതിരേനെ ഓരോ കോപ്രായം കാണിച്ചപ്പോൾ ആതിര അങ്ങ് ചിരിച്ചു പോയി. നമ്മുടെ ബാബുമോൻ ചിരിച്ചില്ല, പക്ഷേ മിണ്ടി എന്ന് പറഞ്ഞപ്പോൾ ബാബുമോൻ മിണ്ടി. അങ്ങനെ അവരുടെ ടീം തോറ്റുപോയി. നമ്മുടെ ആര്യൻ്റെയൊക്കെ ടീം ജയിച്ച്.